ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ഹ്യുണ്ടായി ഇപ്പോൾ കുറച്ച് ദിവസമായി അവരുടെ ബ്രസീലിലുള്ള മാർക്കറ്റിൽ നമ്മുടെ പുതിയ ജനറേഷൻ, അതായത് 4th ജനറേഷൻ i20യുടെ ടീസേഴ്സ് ഒക്കെ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഫിഫ വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലാണ് അവർ ടീസേഴ്സ് ഇറക്കുന്നത്. സോ മിക്കവാറും ഈ വണ്ടി ഒരു 1-2 ദിവസത്തിനുള്ളിലൊക്കെ ഇനി അൺവെയിൽ ആവേണ്ടതാണ്. ഇതിൻ്റെ ഈ അടുത്തായിട്ട് നമ്മുടെ ഇൻറ്റീരിയേഴ്സിൻ്റെ ടീസേഴ്സും വന്നായിരുന്നു. എന്തായാലും അതിന് മുന്നേ വന്നിരിക്കുന്ന ടീസറിൽ നമുക്ക് ഇതിൻ്റെ എക്സ്റ്റീരിയർ, അതായത് ലൈറ്റിംഗ് സെറ്റപ്പാണ് അവർ മെയിനായിട്ട് കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഫ്രണ്ടിലത്തെ ഹെഡ്ലൈറ്റ്സും അതുപോലെ ബാക്കിലത്തെ ടെയിൽ ലാംപ്സ് ഒക്കെ അവർ കാണിച്ചിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് ഏകദേശം ഈ വണ്ടിയുടെ ഒരു ഡിസൈൻ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. ഇതിന് മുന്നേ ഈ വണ്ടിയുടെ ഡിസൈൻ ബേസ് ചെയ്തിട്ടുള്ള റെൻഡേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് റെൻഡേഴ്സ് കാണിച്ചു തരാം ഈ വണ്ടിയുടെ എക്സ്റ്റീരിയർ ഡിസൈൻ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇതൊരു ഓൾ ന്യൂ ജനറേഷൻ വാഹനമാണ്. പ്ലാറ്റ്ഫോമിൽ എന്തൊക്കെ വ്യത്യാസം വരും എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഇപ്പോൾ നിലവിൽ i20 K2 പ്ലാറ്റ്ഫോം ബേസ് ചെയ്താണ് വരുന്നത്. ഹ്യുണ്ടായി ഇന്ത്യയിൽ അവരുടെ K2 പ്ലാറ്റ്ഫോം വണ്ടികളെല്ലാം തട്ടി ഒന്നെങ്കിൽ K1 അല്ലെങ്കിൽ K3യിലേക്കാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ വണ്ടി തിയററ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വെന്യൂവും അതുപോലെ സിറോസ് ഒക്കെ വന്ന പോലെ K1 പ്ലാറ്റ്ഫോമിലേക്ക് ആവാനാണ് ഇനിയിപ്പോൾ സാധ്യതയുള്ളത്. കാരണം K3 പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. നമ്മുടെ പുതിയ സെൽട്ടോസ് ആ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ വണ്ടിക്ക് സൈസും കൂടിയായിരുന്നു. 4.4 മീറ്റർ അതിന് മുകളിൽ ലെങ്ത്തുള്ള SUV ആണ് പുതിയ സെൽട്ടോസ്. പക്ഷേ നമ്മുടെ ബാക്കി ആ സെഗ്മെന്റിലുള്ള വണ്ടികളെല്ലാം 4.3 മീറ്റേഴ്സ് മാത്രമേ ലെങ്ത് ഉള്ളൂ. ഈവൻ സിയറ വരെ അത്ര ലെങ്ത് ഉള്ളൂ. ബാക്കി ഡൈമെൻഷൻസ് എല്ലാം സിയറ വലുതാകുമ്പോൾ പോലും ലെങ്ത്തിൻ്റെ കാര്യത്തിൽ സെൽട്ടോസ് ആണ് മുന്നിൽ. എന്തായാലും ഫ്രണ്ട് ഡിസൈൻ നിങ്ങൾക്ക് കാണാം, ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ് ടീസറിലും കണ്ടത്. അതായത് ഏകദേശം ഒരു ലംബോർഗിനി റെവ്യൂൾട്ടോയുടെ ഒക്കെ പോലത്തെ DRL ടൈപ്പാണ് ഇവർ പിടിച്ചിരിക്കുന്നത്. അതിനകത്ത് കണക്റ്റഡ് DRLs ഒക്കെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. താഴത്തൊരു ചെറിയ ഫോഗ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ഓവറോൾ ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈൻ വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് നേരത്തെ i20 ആണെങ്കിൽ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടം എലീറ്റ് i20 ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന i20 എല്ലാം ക്രിറ്റിസിസം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ വണ്ടി അങ്ങനെ നോക്കുമ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും, എനിക്കറിയില്ല. ഞാൻ എന്തായാലും അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല. വണ്ടി ലോഞ്ച് ആയിട്ട് നമുക്ക് സംസാരിക്കാം. കാരണം ഇതിപ്പോൾ ജസ്റ്റ് റെൻഡേഴ്സ് ആണല്ലോ. ബാക്കി മെയിൻ ഡിസൈൻ ഇനിയിപ്പോൾ വരാനുണ്ട്. ഏകദേശം ഇതുപോലൊക്കെ തന്നെ ഇരിക്കും. ബട്ട് സ്റ്റിൽ ഇനി സൈഡ് ഡിസൈൻ നമുക്ക് ഇന്ത്യയിൽ എന്തായാലും 4 മീറ്റേഴ്സിന് താഴെ തന്നെ ആയിരിക്കും വണ്ടിയുടെ ലെങ്ത്ത്. അലോയ്സ് 16 ഇഞ്ചിന് മുകളിൽ ഇവിടെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ കാനൽസ് ഒന്നും ഇതിനകത്ത് ഇപ്പോൾ കണ്ടിട്ടില്ല. അതിപ്പോൾ നമുക്ക് നോക്കാം വരുമോ ഇല്ലയോ എന്നുള്ളത്. എന്തായാലും ബാക്കി സൈഡ് ഡിസൈൻ ഒരു ജനറേഷൻ അപ്ഡേറ്റ് ആയതുകൊണ്ട് തന്നെ അവർ മൊത്തം മാറ്റിയിട്ടുണ്ട്. ഡോറിൻ്റെ ഡിസൈൻ മാറ്റി, മിററിൻ്റെ ഡിസൈൻ മാറ്റി, അങ്ങനെ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. റിയർ ഡിസൈൻ നമുക്ക് ഇതിന് മുന്നേ അവർ ടീസർ ഇറക്കുന്നതിന് മുന്നേ ഉള്ളൊരു ഇമേജ് ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിങ്ങനെയല്ല അവർ ഈ അടുത്ത് കാണിച്ച ടീസറിൽ ഇതിൻ്റെ ടെയിൽ ലാംപ്സ് ഏകദേശം ഈ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. അതായത് നമുക്കിങ്ങനെ കണക്റ്റഡ് ടെയിൽ ലാംപ്സ് തന്നെയാണ്, പക്ഷേ ആ ഒരു പാറ്റേൺ, അതായത് ഏറ്റവും എൻഡിലുള്ള ഡിസൈൻ നിങ്ങൾ കണ്ടല്ലോ, ഈ ഒരു അറേഞ്ച്മെൻറ്റിലായിരിക്കും വരുന്നത്. ആൻഡ് അതിൻ്റെ നടുവിൽ നമുക്ക് മിക്കവാറും ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റ് അങ്ങനെ സാധനങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അഗെയിൻ ഇതും റിയർ ഡിസൈൻ നമുക്ക് നേരത്തെ കണക്റ്റഡ് ടെയിൽ ലാംപ്സ് ഉണ്ടായിരുന്നു. എനിക്ക് 3rd ജനറേഷൻ i20യുടെ റിയർ ഡിസൈൻ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഫ്രണ്ട് ഡിസൈൻ പിന്നെ കുഴപ്പമില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഈ വണ്ടിയുടെ ഇനിയിപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എന്തായാലും ഇതിന് മുന്നേ വന്ന റെൻഡേഴ്സിൻ്റെ ഡിസൈനൊക്കെ ഏകദേശം ഇതുപോലെയാണ് ഇരിക്കുന്നത്. പിന്നെ പ്രോപ്പറായിട്ടുള്ള റിയർ ഡിസൈൻ്റെ റെൻഡർ ഇതുവരെ വന്നിട്ടില്ലല്ലേ കാണിച്ചാൽ. ഏതായാലും നമ്മുടെ റെൻഡേഴ്സും അതുപോലെ ടെസ്റ്റിംഗ് ഇമേജും പിന്നെ ഈ വണ്ടിയുടെ മൊത്തത്തിലുള്ള ടീസേഴ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ തന്നെയായിരിക്കും ഈ വാഹനത്തിന് ഡിസൈൻ വരാൻ പോകുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ടെസ്റ്റിംഗ് ഇമേജാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വണ്ടി ഇന്ത്യയിലും അവർ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇവിടെ ബ്രസീൽ ലോഞ്ചിന് ശേഷം മിക്കവാറും ഈ വർഷം അവസാനം അതിന് മുന്നേക്ക് ആയിട്ട് ഒരു 3rd ക്വാർട്ടറിലൊക്കെ ആകുമ്പോഴേക്കും ഈ വണ്ടി ഉറപ്പായിട്ട് ഇവിടെ ഇറങ്ങേണ്ടതാണ്. കാരണം ഇവിടെയും അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ളൊരു വണ്ടിയാണ് i20. നമുക്ക് ഇവിടെ 3 ജനറേഷൻസ് എല്ലാം ഇതിന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പൊതുവേ ഹാച്ച് ബാക്സ്, ഇത് പ്രത്യേകിച്ച് പ്രീമിയം ഹാച്ച് ബാക്സിന് അത്ര ഡിമാൻഡ് ഇല്ല എങ്കിൽ പോലും ബലേനോ ഒക്കെ ഒരു 10-15,000 വെച്ചൊക്കെ അവരെങ്ങനെയാലും വിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പൊട്ടൻഷ്യൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരൊന്ന് ആഞ്ഞു പിടിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ വിൽക്കാവുന്നേ ഉള്ളൂ. അൾട്രോസിനൊക്കെ ഇതിനേക്കാൾ സെയിൽ കുറവാണ്. i20ക്ക് അൾട്രോസിനൊക്കെ കൂടുതൽ സെയിൽ ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇനി ഇൻറ്റീരിയറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെയാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ടീസർ വന്നത്. ഇതിൻ്റെ അകത്ത് ഒരുപാട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള 2 ഡിസ്പ്ലേ ഉണ്ടാകുന്നുള്ളത് നമുക്ക് എന്തായാലും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതുപോലെ ആ ഡിസ്പ്ലേയുടെ താഴത്തെ AC കൺട്രോൾസ് ആണ്. അതിനൊക്കെ അവർ ഫിസിക്കൽ നോബ്സ് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ മൊത്തം ടച്ച് പേസ്റ്റ് ആക്കി വെച്ചിട്ടുള്ള റോട്ടറി നോബും ബാക്കി സാധനങ്ങളൊക്കെ അതിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ ഒരു കർവ് ഡിസ്പ്ലേ ആണ് അവർ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് എന്തായാലും ഇന്ത്യയിലെ റൈറ്റ് ഹാൻഡ് സൈഡിൽ തന്നെ ആയിരിക്കും കിട്ടുന്നത്. സൈസ് നമുക്കിപ്പോൾ സെറോസിലൊക്കെ ആണെങ്കിലും ഓർ ഈവൻ പുതിയ സെൽട്ടോസിലൊക്കെ ആണെങ്കിലും 12.3 ഇഞ്ചസിൻ്റെ 2 ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇവരുടെ ലേറ്റസ്റ്റ് വണ്ടി ആയതുകൊണ്ട് മിക്കവാറും നമുക്ക് 12.3 ഇഞ്ച് തന്നെയാണ് കിട്ടാനുള്ള സാധ്യതയുള്ളത്. നിലവിൽ ഇപ്പോൾ i20 നമുക്ക് 10.25 ഇഞ്ചസിൻ്റെ 2 ഡിസ്പ്ലേസ് ആണ് വരുന്നത്. പിന്നെ സ്റ്റിയറിംഗിൻ്റെ ഡിസൈനിലും വ്യത്യാസമുണ്ട്. നമ്മളിപ്പോൾ ഈ അടുത്ത് കണ്ട പുതിയ ജനറേഷൻ വെന്യൂ അതിൻ്റെയൊക്കെ സ്റ്റിയറിംഗ് ഇത് ഒരു പാറ്റേണിലാണ് ഇരിക്കുന്നത്. അതുപോലെ സീറ്റ്സിൻ്റെ ഡിസൈനിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഇമേജ് കാണാം, നമുക്ക് അടുത്ത ഇമേജ് എടുക്കാം. നോക്കുകയാണെങ്കിൽ സീറ്റ്സിൻ്റെ ഡിസൈനിലും വ്യത്യാസം വന്നായിട്ട് കാണാം. അതുപോലെ ഡോർ പാഡ്സിൻ്റെ ഡിസൈൻ അവർ മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ സെൻറ്റർ ആംറസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. മൊത്തത്തിൽ അവർ ഇൻറ്റീരിയറിലും കാര്യമായിട്ടുള്ള ചേഞ്ചസ് തന്നെ ഈ വാഹനത്തിൻ്റെ ഡിസൈനിൽ വരുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. ഇനി റിയർ സീറ്റ്സ് എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 3 അഡ്ജസ്റ്റബിൾ ഹെഡ്രസ്റ്റുകൾ, 3 പോയിന്റ് സീറ്റ് ബെൽറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിപ്പം വേറെ ഇത് സൗത്ത് കൊറിയൻ വണ്ടിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സെൻറ്റർ ആംറസ്റ്റ് ഒന്നുമില്ല. പക്ഷേ ഇന്ത്യയിൽ എന്തായാലും ഉറപ്പായിട്ട് അതൊക്കെ ഉണ്ടാവും. പിന്നെ റിയർ AC വെൻസ്, റിയർ ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്സ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ടാണ് ഫീച്ചേഴ്സ്. എനിക്ക് എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് ഇതിനകത്ത് വരണമെന്ന് തോന്നിയിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം 360° ക്യാമറയാണ്. പിന്നെ നമുക്ക് ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്. അതിപ്പോൾ i20 ഇല്ലാത്ത കുറച്ച് സംഭവങ്ങളാണ്. പിന്നെ എഡാസ് ഒക്കെ അവർക്ക് കൊടുക്കണമെങ്കിൽ കൊടുത്താൽ മതി. ഇപ്പോൾ ഈ സെഗ്മെൻറ്റിൽ എഡാസിൻ്റെ വലിയ ആവശ്യമൊന്നുമില്ല. മെനുവിൽ നമുക്ക് പുതിയ ജനറേഷൻ വണ്ടിയിൽ എഡാസ് വരുന്നുണ്ട്. പക്ഷേ അത് നെസസറി ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല.
മിക്ക ആൾക്കാരും ഇപ്പോഴും എഡാസ് ഓഫ് ചെയ്തിട്ട് തന്നെയാണ് വണ്ടി ഓടിക്കാറ്. അതുകൊണ്ട് നമുക്കിപ്പം എഡാസ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ബാധിക്കുന്നില്ല. ഇനി എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കേസൊക്കെ എടുക്കുകയാണെങ്കിൽ ഈ വണ്ടിയിൽ നമുക്കിപ്പോൾ നിലവിൽ 2 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് കിട്ടുന്നത്. ഒന്ന് 1.2 ലിറ്റർ എണ്ണ പെട്രോളാണ്, പിന്നെ വരുന്ന 1 ലിറ്റർ ടർബോ പെട്രോളാണ്. നമുക്ക് നോർമൽ i20 ആകപ്പാടെ 1.2 എണ്ണ മാത്രമേ വരുന്നുള്ളൂ. ഏകദേശം 84 ഹോഴ്സ് പവറും 114 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. വലിയ കുഴപ്പമില്ലാത്ത വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. 5 സ്പീഡ് മാനുവലും CVT ഓട്ടോമാറ്റിക്, അതായത് ഹ്യുണ്ടായുടെ IVT എന്നിവരൊക്കെ അവകാശപ്പെടുന്ന ഓട്ടോമാറ്റിക്കാണ് അതിനകത്ത് കിട്ടുന്നത്. നമുക്ക് എൻലൈൻ എടുക്കുകയാണെങ്കിൽ മാത്രമാണ് ഇപ്പോൾ 120 PS പവറും 172 Nm ടോർക്കൊക്കെ ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ 1 ലിറ്റർ 3 സിലിണ്ടർ ടർബോ ഗ്യാസോലിൻ ഡയറക്ട് ഇഞ്ചക്ഷൻ പെട്രോൾ എഞ്ചിൻ കിട്ടുന്നത്. അതും നല്ലതാണ്. i20 എടുക്കുകയാണെങ്കിൽ ശരിക്കും ഒരു ഐഡിയൽ എഞ്ചിൻ ചോയ്സ് എന്ന് പറയുന്നതാണ്. മാത്രമല്ല എൻലൈൻ ആണെങ്കിൽ കുറച്ചുകൂടെ സ്പോർട്ടി ആയിട്ട് വരും. നമ്മളിപ്പോൾ വെന്യൂ എൻലൈനിലൊക്കെ കണ്ട പോലെ പുതിയ ഡിസൈനുള്ള സ്റ്റിയറിംഗ് വീൽ ഉണ്ടാകും, പിന്നെ ചെറിയൊരു സ്പോർട്ടി ട്രീറ്റ്മെൻറ്റ് സസ്പെൻഷൻ സെറ്റപ്പിലും അതുപോലെ മൊത്തത്തിലുള്ള സ്റ്റിയറിംഗ് ട്രാക്കിൻ്റെ ട്യൂണിങ്ങിലൊക്കെ അവർ മാറ്റിയിട്ടുള്ളതാണ്. അതൊക്കെ നമുക്ക് ഉറപ്പായിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. എന്താണ് നിങ്ങൾക്ക് ഈ പുതിയ i20 പറ്റി ഇപ്പോൾ പറയാനുള്ളത് എന്ന് ഉറപ്പായിട്ടും താഴെ കമൻസിൽ പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രൊഡക്ട്സ് ടാഗ് ഉറപ്പായിട്ടും ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ടും കൂടി ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.